താൻ ഇവിടെ വന്ന് നിൽക്കുക, അവരിറങ്ങാൻ വേണ്ടി തന്നെയും കാത്തു നിൽക്കുക. എന്താ അത് കൊച്ചു കുട്ടികളെ പോലെ? എന്നെ പിരിഞ്ഞു നോക്കില്ലേ അവള്? അവള് കടൽ കടന്ന് പോകുന്നില്ലല്ലോ. ഏറിയ ഒരു 3 മണിക്കൂറിന്റെ ദൂരം അത്രല്ലേ ഉള്ളൂ. വരിക, അവര് യാത്ര അയക്കുക. വരിക. എനിക്ക് പേടിയാ വല്യമ്മ. എന്താ കുട്ടി ഇത്? എന്തിനാ പേടിക്കണത്? എന്നെ പറഞ്ഞേക്കാണ് നന്ദ. പോകാതെ പറ്റില്ലല്ലോ മോളെ. ഇനി നിന്റെ വീടതല്ലേ. അവിടെ നിന്റെ ഇഷ്ടത്തിന് നിൽക്കാൻ ആളുണ്ടായെന്ന് വരില്ല. കുട്ടികളൊക്കെ നിർത്തണം. വേണുവിന്റെ കാര്യങ്ങളൊക്കെ ഇനി നീ വേണം നോക്കാൻ. എന്നോട് വഴക്കൂടണ പോലെ അവനോട് വഴക്കൂടരുത്. എന്നെ നന്ദാന്ന് വിളിക്കണ പോലെ അവനെ പേര് വിളിക്കരുത്. പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഏതായാലും മാസ്റ്റർക്കിനി സ്വസ്ഥായി. 2 കുട്ടികളും ഓരോ സ്ഥിതിയിലായില്ലോ. ഒക്കെ ഈശ്വരാധീനം. എല്ലാം അവിടെ പറയാന്നല്ലാണ്ട് അതെ, അറിഞ്ഞില്ലട്ടോ. ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ അത് ഭംഗിയാക്കി നടത്തും. 2 കല്യാണങ്ങളും ഒന്നിച്ച് നടത്തിയാ മതി എന്ന് പറഞ്ഞു നന്ദഗോപാലൻ. അപ്പോഴല്ലേ ജാതകത്തിന്റെ പ്രശ്നവും ജോലിയുടെ പ്രശ്നവും വന്നത്. ഒക്കെ പറഞ്ഞ് ശരിയാക്കിയില്ലേ ഞാൻ? ഇപ്പൊ കാര്യങ്ങളൊക്കെ ശുഭായില്ലേ? എന്താ ഈ ബന്ധങ്ങളെന്നൊക്കെ പറഞ്ഞ ജീവിതത്തിലൊരു ഭാഗ്യം തന്നെയാ. അത് ശരിയാവാണ്ട് അറിയിക്കണവരെത്രയാ? പറയണില് തെറ്റുണ്ടോന്ന് എനിക്ക് നിശ്ചയില്ല. എല്ലാം തുറന്നു പറയണ പ്രകൃതമാണല്ലോ എനിക്കുള്ളത്. വേണുവിന് കിട്ടിയ കുട്ടിക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടോന്ന് എനിക്ക് സംശയം. ഒന്നും മിണ്ടാണ്ടിരിക്കേ. എല്ലാം തുറന്നു പറയാന്നല്ല നിങ്ങളുടെ സ്വഭാവം, എല്ലാം കൊനിഷ്ടാക്കി പറയാന്ന. അയ്യോ, വെറുതെ തോന്നുകയാ ഗോമതിയമ്മേ. അമ്മു ശുദ്ധഭാവാ. അന്ന് ആദ്യമായി നന്ദഗോപാലിന്റെ വീട്ടിൽ പോയപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കി. ഇത്തിരി കുസൃതി വിട്ടെന്ന് മാത്രം. ചെറിയ കുട്ടിയല്ലേ അവളെ. എന്നാ ഞങ്ങൾ ഇറങ്ങാ. വേണു, അമ്മു, ദേ ഇവരിറങ്ങാന്ന്. വേണോട്ട് വേണേ പോയിക്കോളൂ, ഞാനില്ല. നിന്നെ കാണാനും കൂടി അവരിവിടെ വന്നിരിക്കുന്നേ. അവിടെ ഒരു തടിച്ചുണ്ട്, ഒരു ഇടുമ്പി. ഈ മാല എത്ര പോനാ? ആ ചെയിൻ എവിടുന്ന് വാങ്ങിയതാ? കമ്മലിന്റെ ഡിസൈൻ ആര് തെരഞ്ഞെടുത്താ? കണ്ടോടെ എനിക്കതിനെ. അമ്മു, ഞാൻ നിങ്ങളെന്താ വരാത്തെ? അവര് പോകാൻ നിൽക്കുന്നു. അവള് വരണില്ലെന്ന്. അവര് പൊയ്ക്കോട്ടെ അച്ഛാ. ഒന്നങ്ങട് വരുന്നേ. ഞാനില്ല, ഞാനില്ലെന്ന് പറഞ്ഞില്ലേ? അമ്മുന് തലവേദനയാ, കിടക്കയാ, ക്ഷീണം ഉണ്ടാവും. അവൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇനിയും കാണാം. എന്നാ ഇറങ്ങല്ലേ? ഇറങ്ങ. മോശമായി പോയി നീ ഉമ്മറത്തേക്ക് ചെല്ലാഞ്ഞത്. എന്ത് മോശം? ആ ഇടുമ്പി എനിക്ക് ഇഷ്ടമില്ലാത്തോണ്ടല്ലേ? അച്ഛന് വല്ലാത്ത വിഷമായി. എന്തിന്? അച്ഛൻ വന്ന് വിളിച്ചിട്ട് നീ ചെല്ലാഞ്ഞതിന്. അനുസരണക്കേട് അച്ഛന് ഇഷ്ടമല്ല. അച്ഛനൊരു മാഷാണേ. അയ്യോ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചില്ല. ഞാനും ഒരു മാഷാണ്. സോറി, അച്ഛനോടുള്ള അനുസരണക്കേട് കൊണ്ടൊന്നുമല്ല. ഞാൻ ഇപ്പൊ തന്നെ പോയി മാപ്പ് പറയാം. അച്ഛാ, ഞാൻ ഉമ്മറത്തേക്ക് വരാത്തതിന് അച്ഛന് വിഷമായോ? ഓ, സാരമില്ല. അച്ഛനോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല. ആ അമ്മ ഇഷ്ടമില്ലാത്തോണ്ടല്ലേ? ഇനി അങ്ങനെ ഉണ്ടാവില്ല. സാരമില്ല ഓളെ, അച്ഛനത് എപ്പോഴേ മറന്നു. അമ്മോ, എന്താ? എന്ത് പറ്റി നന്ദേട്ടാ? ഒന്നുമില്ല, ഒരു ചീത്ത സ്വപ്നം കണ്ടു. അതെ, സന്ധ്യക്ക് കിടന്നിങ്ങനെ ഉറങ്ങിയിട്ടല്ലേ? വരൂ, താഴേക്ക് പോം. ഈ വീട് വിട്ട് പുറത്തിറങ്ങിയിട്ടില്ല അവള്. അവിടെ എങ്ങനെ ഉണ്ടാവോ? നന്ദേട്ടൻ ഇങ്ങനെ പരിഭ്രമിച്ചാലോ? ഒന്നിനെ കോണം പോന്ന കുട്ടിയല്ലേ അവള്. ഇപ്പോഴും കൊച്ചുകുട്ടിയെന്ന വിചാരം. ഇപ്പോഴും കൊച്ചുകുട്ടി തന്നെ അവള്. ഇതുവരെ തലയിലും താഴത്തും വെക്കാതെ നോക്കാൻ ഞാനുണ്ടായിരുന്നു. എന്താ നന്ദേട്ടാ ഇത്? അവിടെ അവളെ നോക്കാൻ വേണൂല്ലേ? അച്ഛനില്ലേ? ആ, എല്ലാരും ഉണ്ട്. ഗൗരിയുടെയും വേണുവിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചോണ്ട് വരുമ്പോഴും ഇത് തന്നെയായിരുന്നു സ്ഥിതി. പെണ്ണുങ്ങൾ ആരും ഇല്ല വീട്ടിലെ. അച്ഛനും അച്ഛന്റെ ഏട്ടനും മാത്രം. അവിടെ നേരെ മറിച്ചാ. എല്ലാരും പെണ്ണുങ്ങളാ. നന്ദൻ മാത്രമേ ആണായിട്ടുള്ളൂ. അതെന്താ? കുട്ടിയമ്മയുടെയും പരമന്റെയും കാര്യ ഞാൻ പറയണേ. കുട്ടിയമ്മ കഥകളിയില് പെൺവേഷം കിട്ടിയിരുന്ന ആളാ. പരമനില്ലേ, വെള്ളച്ചിന്റെ ഭർത്താവ്.
അയാൾക്ക് ഭഗവതിന്റെ വേഷം കെട്ടില്ല പണി. അങ്ങനെ രണ്ടുപേരും പെണ്ണുങ്ങളാ. ഇതേ കൊണ്ട് മുകളിലോട്ടിയല്ലേ. പുതുമണവാട്ടിയെ അറയിലാക്കാൻ ഇവിടെ അമ്മായിയോ ചെറിയമ്മയോ ആരുമില്ല. ഇനി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നീയാണ് നോക്കേണ്ടത്. ഗൃഹലക്ഷ്മി എന്ന് കേട്ടിട്ടില്ലേ? അതൊരു മാസികയുടെ പേരില്ലേച്ചാ? എന്നെ കൊണ്ട് ആവും പോലെയൊക്കെ മണിയറെ അലങ്കരിച്ചിട്ടുണ്ട്. ഇനി ഈ കണ്ടഭാരങ്ങളും കർണഭാരങ്ങളൊക്കെ അഴിച്ചേക്കണം. പിന്നെ ഒരു സിമ്പിൾ ചെയിൻ, കാതിലൊരു ചെറിയ കമ്മല്. ഒറ്റ കാതിലോ? ഈ ടിവിയിൽ കാണുന്ന പാട്ടുകാരെ പോലെ? അതല്ല, 2 കാതില് ഓരോ ചെറിയ കമ്മല്, 2 വള, അത്ര മതി. ഈ ഭാരങ്ങളൊന്നും ഇല്ലാതെ തന്നെ എന്റെ അമ്മ വളരെ സുന്ദരിയാ. അതൊക്കെ പോട്ടെ, വീടൊക്കെ കണ്ടോ? വീടൊക്കെ ഞാൻ കണ്ടു. ചെറിയ വീടാ. ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബമെന്നാ. അത് രാഷ്ട്രീയക്കാരുടെ മുദ്രാവാക്യെന്നാ വെള്ളച്ചി പറയണേ. രാഷ്ട്രീയക്കാരുടെ അല്ല, കുടുംബാസൂത്രണക്കാരുടെ. അതിന് നമുക്ക് 7 കുട്ടികളുണ്ടാവുന്നാണല്ലോ കൈനോട്ടക്കാരി പറഞ്ഞത്. അയ്യോ, ഇതിനൊക്കെ ആര് പോറ്റും? ഞാൻ. എനിക്ക് പിന്നെ വേറെന്താ പണി? വേണോട്ടിനെ കുട്ടികളെ നോക്കാന്നല്ലാതെ. പിന്നെ ഇതിനൊക്കെ പൈസ വേണ്ടേ? പൈസ ഇഷ്ടംപോലെ നന്ദന്റെ കയ്യിലുണ്ട്. ആരാ അതിന്റെ മുകളിൽ മുല്ലപ്പൂട്ടിരിക്കണേ? അത് മണിയാറോ ഒരുക്കി വെച്ചിരിക്കുന്നല്ലേ. എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? കല്യാണ നേരത്തെ ഒരു ഇത്തിരി സമയത്തേക്ക് ഞാൻ എങ്ങനെ ഈ മുല്ലപ്പൂന്റെ നാറ്റ് സഹിച്ചെന്ന് എനിക്കേ അറിയൂ. ഞാനിത് ആദ്യമായിട്ട് കേൾക്ക. മുല്ലപ്പൂന് നാറ്റോ? അതെ, നാറ്റം തന്നെ. എനിക്ക് തലവേദന എടുക്കും. ഒന്ന് പതുക്കെ പറയും. അച്ഛൻ മെനക്കെട്ട് അലങ്കരിച്ച. മെനക്കെട്ട് അലങ്കരിച്ചിരിക്കണോ? നിങ്ങളുടെ അത്ര പേർ ജോലിയൊന്നുമില്ലേ? അയ്യോ, വലിയൊരു പാമ്പ്. മൂർഖനാ, പേടിച്ചു പോയി. നന്ദനും ഗൗരവത്തിനും വരണ വഴിയാ. ഇവിടെ പാമ്പ്? തൊടിയില്. ഞാൻ പറഞ്ഞിട്ടില്ലേ തൊടിയിലൊന്നും ഇറങ്ങി നടക്കണ്ടെന്ന്. മത്തൻ വെള്ളിയില്ലേ മത്തൻ, എത്ര വലുതായി നോക്കാൻ പോയതാ ഞാൻ. അച്ഛനും വേണു ഇവിടെ? വേണുട്ടും കോളേജിൽ നിന്ന് വന്നിട്ടില്ല. അച്ഛൻതാ അപ്പുറത്തെ വീട്ടിലേക്ക് പോയതാ. വീട്ടിനകത്തും പേടിപ്പിക്കുന്ന ജീവികളാ നന്ദാ. പൂച്ച, എട്ടുകാലി. ഇന്നാളുണ്ട് അടുക്കളയിൽ ഒരു പോക്കാച്ചി തവള. ദാ ഇത്രയുണ്ട്. അതൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ. അമ്മ വലിയ വീട്ടിൽ വളർന്നോണ്ട് തോന്നതാ. കുറച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. എവിടെ ശരിയാവാനാ? ഓരോ ദിവസം പുതിയ പുതിയ പേടികളാ. മനസ്സ് പേടിക്കാ രാവിലെ എണീക്കുമ്പോ മുതല്. നന്ദാ, ഞാൻ നമ്മുടെ അവിടേക്ക് വന്നോട്ടെ? നിനക്ക് എപ്പോ വേണേലും അങ്ങോട്ട് വരാലോ. പക്ഷേ നീ ഇവിടെ അല്ലേ മോളെ നിൽക്കേണ്ടത്. എന്നാലും ഈ ഡേഞ്ചറസ് സർക്കംസ്റ്റൻസസിൽ എങ്ങനെയാ കഴിഞ്ഞുകൂടുക? നീ വേണോനോട് പറയും കുറച്ചു ദിവസം അവിടെ നിൽക്കാൻ. അല്ലെങ്കിൽ കുറച്ചു ദിവസം ആക്കണേ, അവിടെ ധാരാളം സ്ഥലം ഉണ്ടല്ലോ. നന്ദേട്ടൻ തന്നെ വേണുനോട് ചോദിച്ചോളൂ. ഇതാ വരുന്നുണ്ട്. വാ അമ്മു. നിങ്ങളെപ്പോ വന്നു? വന്നോളൂ. ഞങ്ങള് 3-4 ദിവസമായിട്ട് പുറപ്പെടാൻ തുടങ്ങിയിട്ട്. ഇന്ന് നാളെന്ന് പറഞ്ഞാൽ നീണ്ടു. വാ. അങ്ങോട്ട് കാണാത്തോണ്ട് ഇങ്ങോട്ട് അന്വേഷിച്ചിറങ്ങിയതാ. നിങ്ങക്ക് കുറച്ചു ദിവസം അവിടെ ഒന്ന് താമസിച്ചൂടെ? കോളേജിൽ പോകാനും അവിടെ നല്ല അടുത്ത്. അപ്പൊ ഇവിടെയൊക്കെ ആര് നോക്കും? അമ്മൂനെ ഇവിടെ പിടിക്കണ്ടാവില്ല. ഓരോ ദിവസം ഓരോ പേടികളാ. ആദ്യം കുറച്ചു ദിവസത്തിന് പ്രയാസം ഉണ്ടായിരുന്നു. അത് ആർക്കായാലും ഉണ്ടാവില്ലേ? ഇപ്പൊക്കെ ശരിയായി. ഇവിടുത്തെ പോലെ അവിടെയും കരുതാം. അമ്മൂന്റെ ഒരു സേഫ്റ്റിയോടെ ആലോചിക്കുമ്പോ ഇവിടെയും ഷീസ് ക്വൈറ്റ് സേഫ്. ഒന്നുകൂടെ ആലോചിക്ക്. നിങ്ങൾ രണ്ടാളും അവിടെ ഒന്ന് താമസിക്കുന്ന എന്റെ അഭിപ്രായം. നന്ദേട്ടൻ നന്ദേന്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ എനിക്ക് എന്റേതായ ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. രാവിലെ ഇറങ്ങിയത് അമ്മു വേണു. എന്താ ഇത്ര വൈകണോ? കുട്ടികളുടെ കല്യാണം കഴിഞ്ഞ അങ്ങനെ തന്നെയാ. ഓരോരുത്തരും അവരവരുടെ വഴി നോക്കി പോകും. അതിന് തന്നെയാണല്ലോ അവരെ കല്യാണം കഴിപ്പിച്ചു വിട്ടിരിക്കണേ. അല്ലെങ്കിൽ ഇത് മാഷയുടെ പിറന്നാളായിട്ട് ഉച്ചയ്ക്ക് അച്ഛൻ്റെ കൂടെ ഊണ് കഴിക്കാനും കൂടി നിൽക്കാണ്ട് പുറത്തു പോവോ? ഈ രാധ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പായസം കിട്ടി. അതവൾ ഓർമ്മിച്ചു കൊണ്ടുവന്നല്ലോ. മക്കളെ കണ്ടും മാമ്പ് കൊണ്ടും കൊതിക്കല്ലേ എന്നൊരു ചൊല്ല് കേട്ടിട്ടുണ്ട്. ഏയ്, ഒരു ചൊല്ലിലും കൊതു വന്നിട്ടില്ല. അവർക്ക് ഇന്നല്ലേ ഒരു ഒഴിവുള്ളൂ. ഞാൻ പോണു. അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. വന്നോ? ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ നിങ്ങളുടെ കാര്യം. എന്തെങ്കിലും കഴിച്ചോ നിങ്ങള്? ഞങ്ങള് ഹോട്ടലിൽ നിന്ന് കഴിച്ചു. കല്യാണം കഴിഞ്ഞതോടെ വേണു ആളാകെ മാറി. അച്ഛന്റെ പിറന്നാളാണെന്നുള്ള കാര്യം മറന്നു. അതെ. വേണോട്ടൻ എന്നോട് പറഞ്ഞില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് വേണോ അന്വേഷിച്ചറിയണ്ടേ?
ആരെങ്കിലും പറഞ്ഞുതരാതെ ഞാൻ എങ്ങനെ അറിയാ? അറിഞ്ഞിരുന്നു വെച്ചാല് ഞങ്ങൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കുവോ? സാരമില്ല, ഇനി നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിക്കാം. 18-ാം തീയതി. തൽക്കാലം അങ്ങനെ സമാധാനിക്കുക. പോയ ബുദ്ധി ആന പിടിച്ചാ വരില്ലല്ലോ. പെണ്ണുങ്ങൾ പിടിച്ചിരിക്കണ ബുദ്ധിയാണെങ്കിൽ പ്രത്യേകിച്ചും. കേറി വരണ പെണ്ണുങ്ങൾ നന്നാവണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ വലിയേറി വന്നൊന്നുമല്ല. അങ്ങനെ അവര് പറഞ്ഞില്ല. അങ്ങനെ തന്നെ അവര് പറഞ്ഞതിപ്പോ. ഇനി ഇത് വഴക്കാവണ്ട ഗോമതി, നമുക്ക് പോവാം. ഞാൻ എന്ത് പറഞ്ഞാലും വഴക്ക്. ഈ ഇടുപ്പി പറയുന്നതിന് ഒരു കുഴപ്പമില്ല. നീ എന്താടി എന്നെ വിളിച്ചത്? എപ്പോഴും വിളിക്കണ എന്നെ ഇടുപ്പി. അമ്മോ, നീ ഒന്നും മിണ്ടാതിരിക്കേ. ഇതിനോട് മിണ്ടായിരിക്കാൻ പറയാം. ആദ്യം കുറെ സംസ്കൃത ശ്ലോകർ വരും വൈകുന്നേരം ആവുമ്പോ. പരദൂഷണം പറയാൻ മോളെ, വാക്ക് കുറച്ച് ഏറിപ്പോന്നു. മോളത്രേ. അച്ഛൻ അവരുടെ കൂടെ തന്നെയാ. അവരെന്തെങ്കിലും പറഞ്ഞാലും നിനക്ക് സഹിച്ചൂടെ? മൂത്തോരല്ലേ അവര്. അവരുടെ ആകുമ്പോ ഞാൻ എന്തിനു സഹിക്കണം? അമ്മ, നീ ഒന്നും മിണ്ടാതിരിക്കട്ടോ. ഈ ഇടുപ്പി പറയണ നിങ്ങളൊക്കെ കേട്ടോളൂ. എന്നെ കൊണ്ട് വയ്യ. കേട്ടില്ലേ അഹങ്കാരം പറയണത്? ആഹാ, ഞാൻ പറയണ അഹങ്കാരം തോന്നിയാസം. ഇവറ്റിക്കൊക്കെ എന്തും പറയാം. എന്നോടുള്ള അസൂയ നിങ്ങൾക്ക് ഈ വയസ്സുകാലത്ത്. ഞങ്ങൾ ഒന്നിച്ച് നടക്കുന്നുണ്ടുള്ള അസൂയ. അമ്മ, നീ അകത്തേക്ക് പോകുന്നുണ്ടോ? ഈ അസൂയ വെച്ചോണ്ട് നടന്നിട്ടോ നിങ്ങൾ ഒറ്റയ്ക്കായത്? നിങ്ങളുടെ ഭാര്യ വരെ. നന്ദ 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 അമ്മ, അച്ഛാ. ബാർബി ടോൺ പതിവായി കഴിക്കാറില്ലേ? അതൊക്കെ കല്യാണത്തിനിടയിൽ മറന്നിട്ടുണ്ടാവും. എന്നാൽ ഈ ചുഴലിതീനുള്ള കുട്ടിയാണല്ലോ. 4 കൊല്ലം തുടർച്ചയായി കഴിച്ചാൽ കംപ്ലീറ്റ് മാറൂന്ന്. ചിലർക്ക് 4 കൊല്ലം, വേറെ ചിലർക്ക് 6 കൊല്ലാവും ഇത്. ഏതായാലും ഇനി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എന്നെ അറിയിക്കണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. വേണു, സുഖമില്ലാത്ത കുട്ടിയാണ് അമ്മൂന്ന് നിനക്ക് നേരത്തെ അറിയായിരുന്നു അല്ലേ? എന്നോട് പറഞ്ഞില്ല. ആരോടും പറഞ്ഞിട്ടില്ല. ലോകം മുഴുവൻ അറിയിക്കേണ്ട കാര്യമില്ല ഇത്. എന്നാലും നിന്നെക്കൊണ്ട് സുഖമില്ലാത്ത ഒരു കുട്ടിയെ. ഇതൊരു മഹാരോഗമൊന്നുമല്ല അച്ഛാ, ക്യാൻസറോ പകർച്ചവ്യാധിയെ പോലെ. എന്നല്ല ഞാൻ പറഞ്ഞത്. വേണ്ടാന്ന് വെച്ചാ വേണ്ടാന്ന് വെക്കായിരുന്നു. ഇനി പറ്റില്ലല്ലോ. ഇപ്പോഴല്ല, നേരത്തെ. നേരത്തെ പറ്റില്ലോ അച്ഛാ. എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുന്നേ ഗൗരിയുടെ കാര്യം പറഞ്ഞ അച്ഛനെന്നെ നാവ് കെട്ടിട്ടല്ലോ. പെരം നിറഞ്ഞിക്കണ പെൺകുട്ടികളുടെ. നീ എന്നെ പരിഹസിക്കുകയാണോ? അല്ല, അത്രയ്ക്ക് കുരുത്തക്കേട് ഞാൻ വാങ്ങിവെക്കില്ല. ഗൗരിയുടെ ജാതദോഷത്തെ കുറിച്ച് ഞാനും ആലോചിച്ചു എന്ന് വെച്ചാ മതി. അസുഖമുള്ള കാര്യം അറിഞ്ഞപ്പോഴെങ്കിലും നീ പറഞ്ഞിരുന്നു വെച്ചാൽ. അപ്പോഴേക്കും വൈകി. കഴിഞ്ഞ കാര്യങ്ങള് ഇനി എന്തിനാച്ചാ പറയണേ? ഏടത്തി അനിയനും കൂടി ഈ വയസ്സനെ പറ്റിച്ചില്ലേ? ഇല്ലച്ചാ, കല്യാണം കഴിഞ്ഞിട്ടാണ് അമ്മോന് ഇങ്ങനെ ഒരു അസുഖം വന്നെന്ന് വെച്ചാ നമ്മൾ ഉപേക്ഷിക്കോ അത് ചികിത്സിക്കോ? ഇതങ്ങനെയല്ലല്ലോ. ആണെന്ന് വിശ്വസിച്ചാ ഈ വിഷമൊക്കെ മാറും. ഒക്കെ ഓരോ വിശ്വാസങ്ങളല്ലേ അച്ഛാ.